ഈ സീസൺ IPLന്റെ ഫൈനൽ ഇന്നലെ അവസാനിച്ചപ്പോൾ വിജയത്തോടെ RCB അവരുടെ ആദ്യ കിരീടം നേടുന്നതാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് നേടി പഞ്ചാബ് ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ സോൾട്ട് പെട്ടെന്ന് തന്നെ പുറത്തായി മോഡറേറ്റ് ആയ ഒരു സ്റ്റാർട്ടായിരുന്നു RCBക്ക് കിട്ടിയത്. കോഹ്ലി ഒരെൻഡ് ഹോൾഡ് ചെയ്യുക, ബാക്കിയുള്ളവർ അടിക്കാൻ നോക്കുക എന്ന പ്ലാനായിരുന്നു RCB നടപ്പിലാക്കാൻ നോക്കിയത്. ടു ബി ഓണസ്റ്റ്, അത് നന്നായി പാളിപ്പോയതുപോലെയാണ് ഗെയിം കണ്ടപ്പോൾ തോന്നിയത്. പവർ പ്ലേയിൽ 55 മാത്രം നേടി അഗർവാൾ, പട്ടിദാർ എന്നിവർ ചെറിയ ക്യാമിയോ ഇന്നിംഗ്സുകൾ കളിച്ച് പുറത്തായപ്പോൾ ലിവിങ്സ്റ്റൺ എത്തിയതോടെ RCBയുടെ ഗെയിം പ്ലാൻ അവരെ പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങിയിരുന്നു. സെറ്റായ കോഹ്ലി സ്ട്രൈക്ക് ചെയ്യാൻ നോക്കാതെ ഇരുന്നതും ലിവിങ്സ്റ്റൺ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങിയതും സ്കോറിംഗ് റേറ്റ് താഴേക്ക് കൊണ്ടുപോയി. 10 ഓവറിൽ 96-ന് 3 എന്നത് 15 ഓവറിൽ 131-ന് 4 എന്ന നിലയിലേക്കായി. അവിടെ കോഹ്ലി ഔട്ടായ ജിതേഷ് വന്നത് ഒരു മൊമെന്റം RCBക്ക് കൊടുത്തിരുന്നു. 10 പന്തിൽ 24 അടിച്ച് 200-ന് മുകളിൽ പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോം ജിതേഷ് സെറ്റാക്കി. എന്നാൽ പഞ്ചാബ് ബോളേഴ്സ് ശക്തമായി തിരിച്ചു വന്നതോടെ RCBക്ക് അവരുടെ ഗെയിം പ്ലാൻ അനുസരിച്ചുള്ള ഒരു ഫിനിഷ് കിട്ടിയില്ല. കാരണം ബാക്ക് എൻഡിൽ അറ്റാക്ക് ചെയ്യാനായിരുന്നു കോഹ്ലി വിക്കറ്റ് സേവ് ചെയ്ത് കളിച്ചത്. പക്ഷേ അവസാന 4 ഓവറിൽ 24 മാത്രം കിട്ടിയതോടെ 199 എന്ന പാർ സ്കോറാണ് RCBക്ക് നേടാൻ പറ്റിയത്. ഈ ട്രാക്കിൽ ഒരു 20-30 റൺസെങ്കിലും ടീം ഷോട്ടാണ് എന്ന വിലയിരുത്തലായിരുന്നു കമന്റേറ്റേഴ്സ് ഉൾപ്പെടെ എല്ലാവരും നടത്തിയത്. പഞ്ചാബിനെ നോക്കിയാൽ മുംബൈക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതുപോലെ തന്നെ ഷോർട്ട് ലെങ്ത് ഡെലിവറികളും ഓഫ് കട്ടേഴ്സും എറിഞ്ഞ് നന്നായി ഗെയിം അവർ ടൈറ്റ് ചെയ്തിരുന്നു. ഓരോ ബാറ്റേഴ്സിനെതിരെയും പ്രോപ്പറായ പ്ലാൻ കീപ്പ് ചെയ്യാനും നോക്കുന്നുണ്ടായിരുന്നു. ഓവറോളായി ബോളിംഗ് പെർഫോമൻസും ഫീൽഡിങ്ങും പഞ്ചാബ് നന്നായി തന്നെ നടത്തിയിരുന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നാൽ 4 ഓവറിൽ തന്നെ 40-ന് മുകളിൽ നേടി സോളിഡ് ആയ ഒരു സ്റ്റാർട്ടായിരുന്നു പഞ്ചാബ് ഓപ്പണേഴ്സ് അവർക്ക് കൊടുത്തത്. പവർ പ്ലേയിൽ 52-ന് 1 ആയിരുന്നു അവർ. 8 ഓവറിൽ 70-ന് 1 എന്നതുവരെ ടോട്ടലായി ഈ ഗെയിം മൊത്തത്തിൽ പഞ്ചാബിന്റെ കയ്യിലായിരുന്നു. എന്നാൽ അവിടുന്നാണ് RCB ഒരു കംബാക്ക് നടത്തിയത്. കൃണാളിന്റെ അടുത്ത ഓവറിൽ അനാവശ്യ ഷോട്ട് കളിച്ച് പ്രഭ്സിമ്രാൻ ഔട്ടായതോടെ ഗെയിം ഡ്രിഫ്റ്റ് ആകാൻ തുടങ്ങി. തൊട്ടടുത്ത ഓവറിൽ ശ്രേയസ് പോയതോടെ ജോഷ് ഇംഗ്ലീഷ് കീ വിക്കറ്റായി മാറി. വധേര വന്ന് ടൈമിംഗ് കിട്ടാതെ കഷ്ടപ്പെട്ടതോടെ ഇംഗ്ലീഷിന് പ്രഷർ കയറി താരം ഷോട്ട് കളിക്കാൻ നോക്കി ഔട്ടായി. ശശാങ്ക് വധേര ജോഡി ചെറിയ പാർട്ണർഷിപ്പ് നടത്തി ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കി. എന്നാൽ ഭുവിയുടെ 17-ാം ഓവറിൽ വധേരയും RCBക്കെതിരെ എപ്പോഴും നന്നായി കളിക്കുന്ന സ്റ്റോയിനസും ഔട്ടായതോടെ വിജയം RCB ഉറപ്പിച്ചു. ലാസ്റ്റ് ഓവറിൽ 22 റൺസ് ശശാങ്ക് അടിച്ചെങ്കിലും 6 റൺസിന്റെ വിജയം RCB നേടിയെടുക്കുകയാണ് ഉണ്ടായത്. പട്ടിദാർ എന്ന ക്യാപ്റ്റന്റെ ഡിസിഷൻസ് ഇവിടെ സ്പോട്ട് ഓൺ ആയിരുന്നു. ഒരു നല്ല പാർട്ണർഷിപ്പ് വന്നാൽ RCB തോക്കുമെന്നത് ഉറപ്പായിരുന്നു. ബട്ട് ഗെയിം ഒരിക്കലും ഔട്ട് ഓഫ് കൺട്രോൾ ആകാനോ ഒരു ചാൻസ് എടുക്കാനോ പട്ടിദാർ ശ്രമിച്ചിരുന്നില്ല. പവർ പ്ലേ കഴിഞ്ഞ് കൃണാൾ വന്ന് ഒരു നല്ല ഓവർ എറിഞ്ഞപ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയി താരത്തിന്റെ 4 ഓവർ കോട്ട കംപ്ലീറ്റ് ആക്കാൻ പട്ടിദാർ പ്രത്യേകം ശ്രദ്ധിച്ചു. സുയാഷിന് ഒരു ഓവർ അടി വന്നപ്പോൾ ഉടനെ തന്നെ സുയാഷിനെ എടുത്തു മാറ്റി. ഒരു ഓവർ കൂടി ആ ടൈമിൽ സുയാഷിന് കൊടുത്ത് റിസ്ക് എടുക്കാൻ പട്ടിദാർ ശ്രമിച്ചില്ല. പ്രഭ്സിമ്രാൻ ഔട്ടായി ശ്രേയസ് ക്രീസിൽ വന്നപ്പോൾ ഹേസൽവുഡിനെ കൊണ്ടുവരുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഗെയിം ഡീപ്പായി പോകുമെന്ന് നന്നായി തന്നെ അറിയുന്നതുകൊണ്ട് റൊമാരിയോ ഷെപ്പേർഡിനെ കൊണ്ടുവന്ന് ഹാർഡ് ലെങ്ത് എറിയാൻ നോക്കി. കറക്റ്റായി ശ്രേയസ് ആ ഓവറിൽ പോയതോടെ RCB മത്സരത്തിലേക്ക് ഇന്നലെ തിരിച്ചു വന്നു. പ്യുവർ ഗോൾഡ് എന്ന് പറയാൻ പറ്റുന്ന ക്യാപ്റ്റൻസി ഡിസിഷൻസ്. ജോഷ് ഇംഗ്ലീഷ് ഔട്ടായി കഴിഞ്ഞ് മാത്രമായിരുന്നു സുയാഷിന് അടുത്ത ഓവർ കൊടുത്തത്. അവസാന 5 ഓവറിൽ 4 ഓവർ കൃത്യമായി ഹേസൽവുഡ്, ഭുവി എന്നിവർക്ക് വേണ്ടി സെറ്റാക്കി വെച്ചതും ഉപകാരപ്പെട്ടു. കാരണം ഒരു ലൂസ് ഓവർ വന്നാൽ RCB മത്സരം ഇന്നലെ തോറ്റേനെ. സോ ഓവറോളായി ടോപ്പ് ക്ലാസ് ക്യാപ്റ്റൻസിയും ബൗളിംഗും കൊണ്ട് മാത്രമാണ് RCB ഈ മത്സരത്തിൽ വിജയം നേടിയത്. ബാറ്റിംഗ് ഗെയിം പ്ലാനിൽ പറ്റിയ പോരായ്മ ബൗളിംഗിൽ RCB തിരുത്തി. കൃണാളിന്റെ സ്പെൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് മാത്രമേ വിശേഷിപ്പിക്കാനും പറ്റൂ. പഞ്ചാബിനെ നോക്കിയാൽ ഒരു സിമ്പിൾ പാർട്ണർഷിപ്പ് കൊണ്ട് ജയിക്കാൻ പറ്റുന്ന ഗെയിമാണ് അവർ ബോട്ടിൽ ചെയ്ത് കളഞ്ഞത്. പ്രത്യേകിച്ച് പ്രഭ്സിമ്രാൻ അസ്ഥാനത്ത് കളിച്ച് ഔട്ടായ ഷോട്ട്. ഒരു നല്ല സ്റ്റാർട്ട് പഞ്ചാബിന് കിട്ടിയപ്പോൾ തന്നെ RCB ഡഗ്ഔട്ടിൽ കാർത്തിക്കിന്റെയും ആൻഡി ഫ്ലവറിന്റെയും മുഖത്ത് സമ്മർദ്ദം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം റൺസ് ഷോട്ടാണ് എന്നത് അവർക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. പ്രഭ്സിമ്രാൻ അവിടെ ഒരു ഷോട്ട് കളിച്ച് ഔട്ടാകുന്നതിന് പകരം ജോഷ് ഇംഗ്ലീഷിന് സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പ്രഭ്സിമ്രാൻ അടിച്ച് ഔട്ടാവുകയും അടുത്ത ഓവറിൽ ശ്രേയസ് പോവുകയും ചെയ്തത് ആഡഡ് പ്രഷർ പഞ്ചാബിന് കൊടുത്തു. വധേര സ്ട്രഗിൾ ചെയ്തതോടെ ഗെയിമും പഞ്ചാബ് ആ 4 ഓവർ കൊണ്ട് കൈവിട്ടു. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ടോസ് രക്ഷപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ RCB 190 എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ 184 എടുക്കാൻ മാത്രമേ പഞ്ചാബിന് സാധിച്ചുള്ളൂ.